ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഇന്ന് നടന്ന ഒരു ചെറിയൊരു വിഷയത്തെ പറ്റിയിട്ടാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. നമ്മുടെ ആര്യൻ ഷാനവാസിനെ പറഞ്ഞൊരു രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഷാനവാസ് യൂഷ്വലി അവിടെ എക്സസൈസ് ചെയ്യുന്ന ആളാണ്, അതായത് എല്ലാ ദിവസവും നടക്കുന്ന ആളാണ്. ആൻഡ് അവർക്ക് പേഴ്സണൽ കാര്യങ്ങളെല്ലാം നമ്മളെക്കാൾ കൂടുതലായിട്ട് അറിയുകയും ചെയ്യാം. അതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മുടെ ഷാനവാസിനെതിരെ ഇന്ന് ആര്യൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞാണ്. അവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതിനു മുമ്പ് പറഞ്ഞ ഈ രണ്ട് വാക്കുകൾ ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറയാം. ആ പുള്ളിക്കാരൻ നടക്കട്ടെ, BP പേഷ്യന്റ് ആണ്, ചിലപ്പോൾ കുഴഞ്ഞു വീണു പോകും. BP പേഷ്യന്റ് ആണ്, ചിലപ്പോൾ കുഴഞ്ഞു വീണു പോകും. സി ആർക്കാണ് ഇന്നത്തെ കാലത്ത് ഷുഗർ, കൊളസ്ട്രോൾ അല്ലെങ്കിൽ BP റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ഏത് മനുഷ്യന്മാരുള്ളത്? ഈവൻ ഒരു 25 ഇപ്പം 22 വയസ്സൊക്കെ ആവുന്നവർക്ക് വരെ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് ഉണ്ട്. ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് ഇല്ലാതെ ആരും ഇല്ല. ഈ ആര്യന് 10-22 വയസ്സേ ഉള്ളൂ, അതിന്റെ ഒരു കൂമ്പ് വെച്ചിട്ട് പറയുന്നതായിരിക്കാം. നാളെ ആരിനും വരും, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും വരാം, ആർക്കും വേണമെങ്കിലും വരാവുന്ന പ്രശ്നങ്ങളാണ്. ഒരാളുടെ ഫിസിക്കൽ കണ്ടീഷനെ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസിനെയൊക്കെ വെച്ചിട്ട് ഗെയിം കളിക്കുക, അതൊക്കെ എടുത്ത് ഇതിലോട്ടിട്ട് പുള്ളിക്കാരനോ ഓരോന്ന് പറയുക, ഇതൊക്കെ വളരെ എന്ത് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. അത്ര ബാഡ് ആയിട്ടുള്ള സംഭവങ്ങൾ. ഇങ്ങനൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു നമ്മൾ ദൈവത്തെ മറന്ന് ചെയ്യാന്നൊക്കെ പറയത്തില്ല, അല്ലെങ്കിൽ മനുഷ്യന്മാരോട് ചെയ്യുന്ന ഒരു എന്താ ഇന്നിരിക്കുന്നവർ നാളെ ജീവിച്ചിരിക്കുന്നുണ്ടോ? ഇല്ല. നമ്മള് അറിയാൻ പോലും പറ്റത്തില്ല എന്താ എപ്പോഴും എങ്ങനെ എന്തൊക്കെയാ സംഭവിക്കുന്നുള്ളത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, ഇപ്പൊ എനിത്തിങ് വിൽ ഹാപ്പൻ. സോ ഇങ്ങനെയൊക്കെയുള്ള ഇത് വെച്ചിട്ട് ഇതൊക്കെ ഇമ്മെച്യൂരിറ്റിയാണ്. ഞാൻ ഇതിനു മുമ്പ് ആര്യനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരൻ അത്ര മെച്ചോർഡ് അല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ ഇവരുടെ ഒരു ഗ്രൂപ്പ് ഗ്യാങ് ഉണ്ട്, അതിനെ പ്രോത്സാഹിപ്പിക്കാനും ആൾക്കാരുണ്ടായിരിക്കും. സോ ഇതൊക്കെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞ് ബിഗ് ബോസും ടീമൊന്നും ആര്യനെ വിളിച്ചെടുത്ത് ചോദിക്കാനൊന്നും പോണില്ല. അത് വേറൊരു കാര്യം. ഷാനവാസിനോട് നമുക്ക് വിയോജിപ്പുകൾ ഉണ്ടാവും, ഷാനവാസിന്റെ ഗെയിമിനോട് നമുക്ക് വിയോജിപ്പുകൾ ഉണ്ടാവും, പലതരത്തിലുള്ള ഇതെല്ലാം ഉണ്ടാവും. അതൊക്കെ യൂഷ്വലാണ്, അതൊക്കെ പാർട്ട് ഓഫ് ദ ഗെയിമാണ്. പക്ഷെ എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ എങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഒരു കാരണവശാലും പറയാൻ പാടില്ല, ഒരിക്കലും അൺഅക്സെപ്റ്റബിൾ ആണ്. അത് പറഞ്ഞുകൊണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. ഇനി അതിനു മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യും കമന്റ് ചെയ്യും വേണം. ആക്ച്വലി ഈ ഇൻസിഡന്റിലേക്ക് കടക്കുന്ന കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ മുതൽ അടുക്കളയിൽ ചുമ്മാ ഒരു കാര്യമില്ല, വെറുതെ ക്രിയേറ്റ് ചെയ്യുക, കാര്യം ക്രിയേറ്റ് ചെയ്യുക, അടിവിടുക, കാര്യം ക്രിയേറ്റ് ചെയ്യുക, അടിവിടുക. അല്ലാതെ ഈ സീസണിൽ ഇതുവരെ ജെനുവിനായിട്ട് വലിയ അടികളൊക്കെ അല്ലെങ്കിൽ ജെനുവിനായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നടന്നു എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ വളരെ കുറവാട്ടോ. ഇത് രാവിലെ അനു കാണുന്നു, അവിടെ കുറച്ച് ഓറഞ്ച് ഉണ്ടായിരുന്നു, ഓറഞ്ച് മിസ്സാവുന്നു, ഒരു 6-7 ഓറഞ്ച് മിസ്സായിട്ടുണ്ട്. അത് എവിടെ പോയെന്ന് ചോദിക്കുന്നു. അതിനിടയിൽ ഫ്രിഡ്ജിലിരുന്ന ഇതിന്റെ എന്തോ ക്യൂബ്സ്, ചീസിന്റെ ക്യൂബ്സ് അല്ലെങ്കിൽ ബട്ടർ, അത് കാണുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ ആരായെടുത്തേന്ന് ഓരോരുത്തരൊക്കെ ചോദ്യം ചെയ്തു. സംഭവം ഷാനവാസ് എടുത്തതാണ്. സംഭവം ഷാനവാസ് എടുത്ത് കഴിച്ചു, പലർക്കും കൊടുക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മുടെ രന ഫാത്തിമയാണ് ഈ ചീസും ബട്ടറും ഒക്കെ എടുക്കാറുള്ളത്, ആര്യനും കൂടെ ചേർന്നിട്ടാണ് എടുക്കാറുള്ളത്. അപ്പോ ഇവരിത് എടുത്ത് കഴിക്കുന്നു. ഇതൊരു വലിയൊരു ടോക്കായി മാറുന്നു, വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറുന്നു. അവസാനം ആര്യൻ, അതായത് നമ്മുടെ ഷാനവാസം പറയുന്നു ഓറഞ്ച് ഞാൻ എടുത്തു. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ പക്ഷേ ചീസ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ബട്ടർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അതിനായിട്ട് ഫ്രിഡ്ജിനകത്ത് ആര്യന്റെ പ്രണയം കൂടെ ചെന്ന് ഒളിപ്പിച്ച് വെക്കുകയാണ് ചെയ്തത്. ഞാൻ പക്ഷെ ഓറഞ്ച് എടുത്തിട്ട് എല്ലാവർക്കും കൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അല്ലാതെ ഒറ്റയ്ക്ക് കഴിക്കുകയല്ല ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഷാനവാസിന്റെ ഭാഗം ന്യായീകരിക്കുന്നു. റന ഫാത്തിമയുടെ ഭാഗം ന്യായീകരിക്കുന്നു. ഇതിന്റെ ഇടയിൽ ആര്യ ചാടി ഇറങ്ങുന്നു. ആര്യനൊക്കെ അറിയാലോ, ഇവരൊരു അക്ബർ, ശരത്ത്, ആര്യൻ, ജിസൈല്. ഇപ്പൊ ജിസൈലിനെ നൈസായിട്ട് ഷാനവാസിന്റെ ഭാഗത്തേക്ക് ചേർക്കാൻ നോക്കുന്നുണ്ട്. പുള്ളി പണിതിട്ട് നോക്കുന്നുണ്ട്, പഠിച്ച കാര്യം പറഞ്ഞിട്ട് നോക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, ജിസൈലിനും വെളിയിൽ ഭയങ്കര സപ്പോർട്ടാണ്. സോ ഇവർ വിചാരിക്കുന്ന പോലെ എന്തോ ബിഗ് ബോസിന്റെ ഓമനപുത്രിയാണ് ജിസൈൽ എന്ന് പറയുന്നത്. സോ ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ ഇങ്ങനെ ജിസൈലിനെ പൊക്കിക്കൊണ്ടു പോകുന്നു, അതുകൊണ്ട് ഭയങ്കര ഹൈപ്പാണ് വെളിയിൽ നിന്നാണ് ഇവരൊക്കെ എല്ലാവരും തെറ്റിദ്ധാരണ. അതുകൊണ്ട് എല്ലാവരും മത്സരിച്ച് ജിസൈലിന്റെ പുറകെ നടക്കാൻ നോക്കുക. അത് എന്തായാലും മാറ്റി നിർത്താം. അങ്ങനെ നമ്മുടെ ഷാനവാസിനോട് ആര്യ വന്ന് തർക്കിക്കുന്നു. ആര്യ തർക്കിക്കുന്നുള്ള കാരണം എന്താണ്? ഇവരുടെ ഒരു ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആണല്ലോ, ഹൗസ് മേറ്റിലെ ക്യാപ്റ്റനായിട്ട് പുള്ളിക്കാരനെ കൂട്ടാൻ പറ്റത്തില്ല. ഇവരുടെ ഗ്രൂപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇവരെല്ലാവരും ചാടിയിറങ്ങും. അക്ബർ ചാടിയിറങ്ങുന്നു, ആര്യൻ ചാടിയിറങ്ങുന്നു, ആര്യൻ ചാടിയിറങ്ങി ചോദിക്കുന്നു. അപ്പം ഷാനവാസ് ചൂടായി തന്നെ സംസാരിക്കുന്നത്. കാരണം പുള്ളിക്കും ഹേർട്ടായി. കാരണം അവരെടുക്കുന്നു, ഇവരെടുക്കുന്നു, എല്ലാവരും എടുക്കുന്നു, എന്നിട്ട് പുള്ളിക്കാരനെ മാത്രം വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നുള്ള ഇത് വരുന്നു. പുള്ളിക്കാരൻ അല്ലേ തന്നെ അക്ബറിനെ ശരത്തിനൊന്നും കണ്ണെടുത്താൽ അറിയാമല്ലോ. സോ ഇതൊക്കെയായിരുന്നു ഉണ്ടായത്. അങ്ങനെ നടക്കുമ്പോഴാണ് പുള്ളിക്കാരൻ എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. രാവിലെ മുതൽ എക്സസൈസ് ചെയ്യുന്നതാണ്. കാരണം സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യേണ്ടതല്ലേ, നമുക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എക്സസൈസ് മസ്റ്റ് ആണ് അല്ലേ, നമ്മളൊക്കെ ചെയ്യാറുള്ളതാണ്.
അപ്പൊ അതുപോലെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ആര്യന്റെ ഈ ഡയലോഗ്, ഷാനവാസ് BP പേഷ്യന്റ് ആണ്, ചിലപ്പോൾ കുഴഞ്ഞു വീണു പോകുന്നു, എന്ത് പറയാം. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കണ്ടതാണ് അക്ബർ ചാടി വീഴുന്നു, രന ഫാത്തിമയ്ക്ക് വേണ്ടി അക്ബർ ഇറങ്ങുന്നു, അക്ബറുമായിട്ട് ചാടി ഷാനവാസോട് കൊമ്പ് കൂർക്കുന്നു. അതാണ് ആദ്യം നടന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മളത് കണ്ടതെന്ന് പറഞ്ഞാൽ 2 ടാസ്കുകളാണ്. ഈ പണിപ്പുരയിലേക്ക് പോകണം. എന്ത് കോംപ്ലിക്കേറ്റഡ് ആണ് ഈ പണിപ്പുര എന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ ഈ പണിപ്പുര ടാസ്ക്? എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എനിക്കൊന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു ഈ പണിപ്പുര ടാസ്ക്. പിന്നെ എന്തിനാണ് ബിഗ് ബോസ് ഈ നടത്തുന്നത് എനിക്കറിയത്തില്ല. അവിടെ പോയി കുറച്ച് ഫുഡും ഡ്രസ്സും കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരെയും കൂടെ മേടിച്ചിട്ട് കുറെ അതും വെക്കുന്ന ടാസ്കുകളോ ഒരു നിലവാരം ഇല്ലാത്ത, ഭയങ്കര അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുത്ത ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് നിലവാരമില്ലാത്ത ടാസ്കുകൾ കൊടുക്കത്തില്ല, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസ് ടീമിനെതിരെ ലാലേട്ടൻ ചോദിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ട് വന്നത്. എന്നിട്ട് ഇന്ന് 2 നടന്ന ടാസ്കുകൾ എന്തുവാ? ടേസ്റ്റ് നോക്കിയിട്ട് എക്സ്പ്രഷൻ ഇല്ലാതെ നിൽക്കുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് ഉള്ള ആള് പറയണം അത് ആണോ യക്കാണോ, മീൻസ് നല്ലതാണോ അല്ല ടേസ്റ്റ് ആയിട്ടുള്ളതായിരുന്നു, അതായത് അതല്ലാതെ യക്കായിട്ടുള്ള വലിയ ടേസ്റ്റ് ഇല്ലാത്തത്, എന്ത് എക്സ്പ്രഷൻ ഇല്ലാണ്ട് മനസ്സിലാക്കി എടുക്കണം. രണ്ടാമത് നടന്ന ടാസ്ക് എന്താ? സിംഹം, കുരങ്ങൻ, പുലി എന്ന് പറഞ്ഞ് ഓരോ ക്യാരക്ടേഴ്സിനെ ഡിവൈഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ആരെ ക്യാരക്ടർ ആണെന്ന് ഓപ്പോസിറ്റ് ഉള്ള ടീമുകാര് പറയണം. ഇതൊക്കെ എന്ത് ടാസ്ക്? 5ാം ക്ലാസ് പിള്ളേർക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത അത്ര നിലവാരമില്ലാത്ത ടാസ്കുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതും പറയാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? വേറെ വഴിയില്ല. ഇത്തവണത്തെ കണ്ടസ്റ്റൻസിനെ പറ്റി തന്നെ ആർക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ല. ആരും ഇപ്പൊ മൂന്നാമത്തെ ആഴ്ച എത്തിയിട്ടും വലിയ ഹൈപ്പോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ലായിരുന്നു. അനീഷിന് നൈസായിട്ട് അവിടെ ഒതുക്കി കഴിഞ്ഞു. രണ്ടാഴ്ച ഇപ്പൊ അനീഷിന്റെ ഹൈപ്പ് കണ്ടതിന് ശേഷം, പ്രേക്ഷക പിന്തുണ കണ്ടതിന് ശേഷം അനീഷ് ലാലേട്ടൻ വന്ന് ഒതുക്കി. അതുകൊണ്ട് അനീഷ് ഇപ്പൊ വലുതായിട്ട് കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല. അങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ. എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ ഇനി വൈൽഡ് കാർഡ് എൻട്രീസ് ഒക്കെ വരണം. വൈൽഡ് കാർഡ് എൻട്രീസ് ഒന്നും വരുന്നില്ലെങ്കിലും പ്രശ്നമില്ല. ടാസ്കുകളൊക്കെ കുറച്ച് നല്ല ടാസ്കുകൾ കൊടുത്ത് ഈ പണിപ്പുര എന്ന് പറയുന്ന ഒരു സംഭവം അവസാനിപ്പിച്ചിട്ട് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ യൂഷ്വലി നടന്ന ബിഗ് ബോസിൽ നടക്കുന്ന കണക്കുള്ള റാഷൻ ടാസ്കുകളൊക്കെ ഉണ്ടല്ലോ, ലക്ഷറി ബഡ്ജറ്റ് ടാസ്കുകൾ, അതൊക്കെ കൊടുത്ത് കൊണ്ടുപോകുന്നതായിരിക്കും ബെറ്റർ. സംഭവം ഇതൊക്കെയാണ്. അല്ലാതെ ഇന്നത്തെ എപ്പിസോഡിൽ ഭയങ്കര എടുത്തു പറയത്തക്ക സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. നാളെ എന്തായാലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള എപ്പിസോഡ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറെ കൂടി നല്ല കണ്ടന്റുകളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതൊക്കെ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. നാളെ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് വൈകിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ.